ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് സേമിയ കൊണ്ട് പായസം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. വറുത്ത സേമിയയാണ് കേട്ടോ അത്. സേമിയയും പിന്നെ ചവ്വരിയും കൂടിയിട്ടാണ് കേട്ടോ പായസം വയ്ക്കാൻ പോണത്. അപ്പോൾ അത് 200 ഗ്രാം സേമിയാണ് കേട്ടോ. അതിലേക്ക് ഞാൻ 2 പാക്കറ്റ് പാലാണ് എടുത്തേക്കണത്. അപ്പോൾ പാല് ഗ്യാസുമ്മ വെച്ചിട്ടുണ്ട് കേട്ടോ തിളപ്പിക്കാനായിട്ട്. ചവ്വരി ഉണ്ടല്ലോ, ചവ്വരി നമ്മൾ പായസം വയ്ക്കണേക്കാളും 1 മണിക്കൂർ മുമ്പ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വേവാൻ എളുപ്പമുണ്ട്. അല്ലെങ്കിൽ നല്ല വേവുള്ളതാണ് ഈ ചവ്വരി എന്ന് പറയണത്. അപ്പോൾ ഞാൻ 1 മണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചേക്കുന്നതാണ് കേട്ടോ അത്. ഇതുകൊണ്ട് പായസം ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുകൊണ്ട് തന്നെ ഉണ്ടാക്കാം. നമ്മൾ സേമിയ അതുകൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പിട്ട് വയ്ക്കുകയും ചെയ്യാം. എങ്ങനെയായാലും നല്ല ടേസ്റ്റാണ്. പായസത്തിന് നല്ല കൊഴുപ്പ് കിട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാ പാല് തിളച്ച് വന്നപ്പോൾ ആദ്യം ചവ്വരിയാണ് കേട്ടോ ഇട്ട് കൊടുക്കണേ. അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് നേരം അത് തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ സേമിയ ഇട്ട് കൊടുത്താൽ മതി. ഇതിന് ഇത്തിരി വേവ് കൂടുതലുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്ത് മുമ്പേ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏലക്കായ പഞ്ചസാര ഇട്ടിട്ടാണ് പൊടിച്ച് വെച്ചാണ്. കുറച്ചധികം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഏലക്കായ തന്നെ മിക്സിയിലിട്ട പൊടിയാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ കുറച്ചധികം പഞ്ചസാരയിലിട്ടിട്ട് പൊടിച്ച് വെച്ചേക്കണതാണ് കേട്ടോ അത് ഏലക്കായ. അപ്പോൾ 5 മിനിറ്റ് നേരം അത് കിടന്ന് തിളച്ച് വെന്തു കേട്ടോ. എന്നിട്ട് അപ്പോൾ അതേ സേമിയ ഇട്ട് കൊടുക്കുകയാണ്. സേമിയം ഒരു 5 മിനിറ്റ് നേരം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോൾ ചവ്വരി നിങ്ങൾക്ക് പായസമൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടൊന്നും ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഷുഗറുള്ള ആൾക്കാർ ഈ ചവ്വരി കഴിക്കുന്നത് നല്ലതല്ല കേട്ടോ. ഷുഗറിൻ്റെ ഇത് കൂടും പെട്ടെന്ന്. ഇതിൽ കാർബോഹൈഡ്രേറ്റും അന്നജും കൂടുതലുണ്ട് ഈ ചവ്വരിയിൽ. അത് കാരണം ഷുഗർ രോഗികൾ കഴിക്കുന്നത് നല്ലതല്ല. സേമിയം ഒരുവിധം വെന്തപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പഞ്ചസാര ഇട്ടിട്ട് 5 മിനിറ്റ് കഴിഞ്ഞാൽ തിളയ്ക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഏലക്കായയും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചേക്കണത് അതിലിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്ത് വെച്ചേക്കണത് അതിലിട്ട് കൊടുത്തു കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും എന്നിട്ടൊന്ന് ഇളക്കി. ഇനി ഗ്യാസ് ഓഫാക്കാം കേട്ടോ. ഓഫാക്കിയിട്ടോ ഗ്യാസ്. അപ്പോൾ ഇതാ സേമിയ ചവ്വരി കൊണ്ട് ഉണ്ടാക്കിയ പായസം റെഡിയായി കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇത് രണ്ടും കൂടി പായസം വെച്ച് കഴിഞ്ഞാൽ ഇത് കുട്ടികൾക്കൊക്കെ കുറുക്കി കൊടുക്കാൻ നല്ലതാണ്. അവർക്ക് തൂക്കമില്ലാത്ത കുട്ടികൾക്കൊക്കെ വെയിറ്റ് കൂടാനൊക്കെ നല്ലതാണ് കേട്ടോ ഈ ചവ്വരി കൊണ്ട് കുറുക്കുണ്ടാക്കി കൊടുക്കണത്. അവർക്ക് ഇഷ്ടമാവുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ്. കുട്ടികളൊക്കെ പെട്ടെന്ന് കഴിക്കും, വണ്ണം വയ്ക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.